ഇയാൾ തന്റെ സഹപ്രവർത്തകർക്കൊപ്പം ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ എക്സ്പെൻസീവ് ആയ ഡിഷ് മാത്രം ഓർഡർ ചെയ്യുന്നു. പക്ഷെ ബില്ല് വരുമ്പോൾ വാലറ്റ് എടുക്കാൻ മറന്നെന്ന് പറയുന്നു. ദേഷ്യം തോന്നുമെങ്കിലും വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവർ അയാളുടെ ബില്ലും പേ ചെയ്യുന്നു. അതേസമയം സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിനായി അടുത്ത പ്രാവശ്യം ഞാൻ ബിൽ പേ ചെയ്യാമെന്ന് അയാൾ പറയുന്നു. അത് കേട്ട് അവരെല്ലാം ഹാപ്പി ആവുന്നു. കാരണം അയാളുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടേ ഇല്ല. അടുത്ത ദിവസം അയാൾ പറഞ്ഞതുപോലെ തന്നെ തന്റെ സഹപ്രവർത്തകരെയും കൊണ്ട് ചെറിയൊരു റെസ്റ്റോറന്റിലേക്ക് വരുന്നു. ഫ്രീ ആയി കഴിക്കുമ്പോൾ ഇറച്ചിയും മീനും മാത്രം ഓർഡർ ചെയ്തിരുന്നയാൾ താൻ കാശ് കൊടുക്കേണ്ടത് കൊണ്ട് ഇപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് മാത്രം ഓർഡർ ചെയ്യുന്നു. അത് കണ്ട് ഇവർക്ക് ദേഷ്യം വരുന്നു. പക്ഷെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് സൈലന്റ് ആയിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ഫുഡ് കൊണ്ടുവരുന്നു. അപ്പോൾ എല്ലായ്പ്പോഴും നന്നായി ഫുഡ് കഴിക്കുന്നയാൾ 2 ബൈറ്റ് കഴിച്ചതും വയറ് നിറഞ്ഞെന്ന് പറയുന്നു. അതേസമയം ഫുഡ് തികഞ്ഞില്ലെന്ന് പറഞ്ഞ് ഒരാൾ ഒരു ചിക്കൻ ഡിഷ് ഓർഡർ ചെയ്യുന്നു. നോക്കുമ്പോൾ ഇയാൾ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞത് കൊണ്ട് ഇനി കഴിക്കുന്ന എല്ലാത്തിനും അവർ തന്നെ പേ ചെയ്യണമെന്ന് പറയുന്നു. ദേഷ്യം വന്നവർ ഒന്നും മിണ്ടാതെ കഴിച്ചിട്ട് പുറത്തു വന്നതും അവരോടൊപ്പം വരാത്തൊരു ഫ്രണ്ട് കോൾ ചെയ്യുന്നു. ഉടനെ ഇവർ നടന്ന കാര്യം പറയുമ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ വരാത്തതെന്ന് പറഞ്ഞ് അയാൾ ചിരിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം അവരെല്ലാവരും ചേർന്ന് ആ പിശുക്കനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നു. അതിനായി അടുത്ത ദിവസം തന്നെ അവരിൽ ഒരാൾ അവനോട് തന്റെ ബർത്ത്ഡേക്ക് വലിയൊരു ഹോട്ടലിൽ വെച്ച് ട്രീറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. അത് കേട്ട് ഹാപ്പി ആയവൻ എപ്പോഴത്തെയും പോലെ റെസ്റ്റോറന്റിലേക്ക് വന്നതും ഉള്ളതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയ ഫുഡ് ഓർഡർ ചെയ്യുന്നു. ഉടനെ തന്നെ ഹോട്ടലിലുള്ളവർ ഫുഡ് കൊണ്ടുവന്നതും അവൻ എല്ലാം ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങുന്നു. അതേസമയം അവരിൽ ഒരാൾ ഓവറായി മദ്യപിച്ചതുപോലെ ആക്ട് ചെയ്ത് ബാത്റൂമിലേക്ക് പോകാനായി എഴുന്നേൽക്കുന്നു. പെട്ടെന്ന് തന്നെ മറ്റൊരാൾ അയാളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലെ പുറകെ പോകുന്നു. അവർ പുറത്തുപോയി ബാക്കിയുണ്ടായിരുന്ന ഒരാൾക്ക് മെസ്സേജ് അയച്ചതും അയാൾ ബില്ലടക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് നൈസായി എസ്കേപ്പ് ആവുന്നു. കുറച്ചുനേരം കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞയാൾ ആരും തിരിച്ചു വന്നില്ലെന്ന് കണ്ട് കോൾ ചെയ്ത് നോക്കുമ്പോൾ എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവർ തന്നെ പറ്റിച്ചതാണെന്ന് മനസ്സിലാക്കിയാൽ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിനുള്ളിൽ ബില്ല് കൊണ്ടുവരുന്നു. അവസാനം അയാൾ ചെയ്ത എല്ലാത്തിനും ചേർത്ത് 1 മാസത്തെ ശമ്പളം ഒറ്റ ദിവസം കൊണ്ട് തീരുന്നു.